വേദിയിൽ സമാദൃതരാകുന്ന കലാകാരന്മാരും സമാദരണീയരായ കലാകാരന്മാരും നിറഞ്ഞ് നിൽക്കുന്ന ഈ വേദിയിലും എൻ്റെ മുന്നിലുമുള്ള പ്രിയപ്പെട്ടവരെ, പൊന്നുരുക്കുമവിടത്തിലെന്തിനൊരു പൂച്ച, ഹംസനിവഹങ്ങളാൽ മിന്നിലും നളിനിയിങ്കൽ എന്തിനൊരു കാക്ക വന്നു നിവസിപ്പതും, നല്ല നല്ല വിഭുധാളി ചേർന്നഴകെഴുന്നൊരു സഭയിൽ എന്തിനാണൊന്നുമൊട്ടുമറിയാത്ത ഞാൻ അഹഹ വന്നുവെന്നു മമ സംശയം. മറ്റൊന്നുകൊണ്ടും ആവില്ല. ഒരുപക്ഷെ ആ സൗഹൃദം ജീവിച്ചിരുന്ന കാലത്ത് പരമേശ്വരന്മാരാരുമായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ചങ്ങാത്തത്തെ ഓർത്തുകൊണ്ടാകാം അനുസ്മരണ പ്രഭാഷണം എന്നൊരു നിയോഗം ഭാഗ്യവശാൽ എൻ്റെ ശിരസിലേക്ക് എത്തിച്ചേർന്നത്. അളവറ്റ സന്തോഷമുണ്ട്, കടപ്പാടുമുണ്ട്. പരമേശ്വരേട്ടനെ ഒന്ന് സ്മരിക്കാൻ, വാക്കുകൾ കൊണ്ടെങ്കിലും പൂജിക്കാൻ ഒരവസരം ലഭിക്കുക എന്നത് തന്നെ ഒരു പരമമായ പുണ്യമായി എനിക്ക് തോന്നുന്നു. ദീർഘിപ്പിക്കുന്നില്ല, പക്ഷേ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൗതുകം തോന്നുന്ന ഒരു കഥ സ്മരിക്കട്ടെ. നേരത്തെ സൂചിപ്പിച്ച ഷഷ്ടിപൂർത്തി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണം കാലടി വെച്ച് നടന്ന ഒരു ചടങ്ങിൽ വീരശൃംഖല സമർപ്പിക്കുന്നത് രാമൻകുട്ടി നായരാശ. അദ്ദേഹം അന്ന് നിർവഹിച്ചൊരു പ്രസംഗം ഇപ്പോഴും ഞാൻ ഓർമ്മിക്കാറുണ്ടെന്ന് മാത്രമല്ല പലപ്പോഴും ഉദ്ധരിക്കാറുമുണ്ട്. ഞാൻ ചങ്ങല കെട്ടിച്ചപ്പോൾ നിങ്ങൾ നോക്കിയോ, അവൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയോ, ഒരു കുറുമ്പ്. ഈ കുറുമ്പ് കലാകാരന്മാർക്ക് വേണം എന്ന് തുടങ്ങി പരമേശ്വരേട്ടൻ്റെ കലാമണ്ഡലം ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും രാമൻകുട്ടി നായശാൻ പറഞ്ഞ കുറേ വാക്കുകളുണ്ട്. ഇവൻ പറഞ്ഞുത്രേ, ആശാൻ തന്നെ വേണം, ഇവൻ എന്നൊന്നും പറയാൻ പാടില്ല, പരമേശ്വരന്മാരാർ എന്നൊക്കെ പറയണം. പക്ഷേ കലാമണ്ഡലത്തിൽ പഠിക്കാൻ വന്നു വീണ്ടും അവൻ തന്നെ പറയുക, അവൻ അന്നുണ്ട് കുറുമ്പ്. ഞാൻ വാർഡനായിരുന്നു. നല്ല തല്ലുകൊണ്ടിട്ടുണ്ടാവും കുറുമ്പ് കാണിച്ചപ്പോഴേ. കലാമണ്ഡലത്തിൽ ചേരാൻ വരണ വിദ്യാർത്ഥികളോട് ഞാൻ പറയാറുണ്ട്, ഇവിടെ തല്ലുണ്ട് എന്ന്. ആ തല്ലിയ കൈകൊണ്ട് തന്നെ ചങ്ങല കെട്ടിക്കണമെന്ന് അവൻ്റെ ആ കുറുമ്പ് നോക്കൂ. ആരാണ് വീരശൃംഖല സമർപ്പിക്കേണ്ടതെന്ന് പരമേശ്വരനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അത്രേ, രാമൻകുട്ടി നായശാൻ മതി. നോക്കൂ അവൻ്റെ കുറുമ്പ്. അയ്യോ, ആ വാക്കുകൾ മറക്കില്ല. ആ നിർമ്മലമായ ഒരു ശിഷ്യവാത്സല്യവും സമാന്തരമായി പരമേശ്വരന്മാരാർ എന്ന് നമ്മൾ ഇന്ന് ആദരപൂർവ്വം സ്മരിക്കുന്ന ആ വലിയ മനീഷിയുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു സൂക്ഷ്മതയും വിശകലനം ചെയ്യുന്നൊരു വാക്യമായിരുന്നു രാമൻകുട്ടി നായരാശാൻ്റെ ആ പരിചയപ്പെടുത്തുന്ന പ്രഭാഷണം എന്ന കാര്യത്തിൽ തർക്കമില്ല. കുറുമ്പ്, വാശിയായിരുന്നു. അദ്ദേഹം 67 വയസ്സിലെങ്ങാണ്ടാണ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, മരിക്കുന്നത്. പക്ഷേ വാർദ്ധക്യം അദ്ദേഹത്തെ ബാധിച്ചിട്ടേയില്ല. കൊട്ടുന്ന അവസാന ചിത്രം വരെ നമുക്ക് ഓർമ്മയുണ്ട്. കറുത്ത തലമുടിയായിരിക്കും. തൊട്ടടുത്ത് വലത്തുഭാഗത്തോ ഇടതുഭാഗത്തോ പറക്കാട് തങ്കപ്പന്മാരൊക്കെ നരച്ച തലമുടിയായി നിന്ന് കൊട്ടുമ്പോൾ യൗവനം നിറഞ്ഞു നിൽക്കുന്ന രൂപപ്രൗഢിയോടുകൂടിയേ പരമേശ്വരേട്ടൻ കൊട്ടിയിട്ടുള്ളൂ എന്നത് നമ്മുടെയൊക്കെ ഓർമ്മയാണ്. ഈ യൗവനത്തെക്കുറിച്ച് മാത്രമല്ല ആ അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത, മനസ്സുകൊണ്ടും ചെറുപ്പമായിരുന്നു. പഞ്ചവാദ്യം പോലെ സമസ്ത കലകളെയും സ്നേഹിക്കുന്നു എന്നത് അവസാനിക്കുന്നില്ല. ഈ തൊട്ട് മുമ്പ് നാരായണൻകുട്ടിയായിട്ട് സംസാരിക്കുകയായിരുന്നു. രസകരമായ കഥ. ഇപ്പോൾ ലോക ഫുട്ബോൾ ടൂർണമെൻ്റ് ആരംഭിച്ച കാലമാണല്ലോ. ഇന്ന് കളിയുണ്ട്. രാത്രി 12 മണിക്ക് കളി കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഒരു പഞ്ചവാദ്യത്തിന് കോങ്ങാടെത്തണം. ഉറങ്ങിയിട്ടെത്താൻ പറ്റുന്ന തോന്നണില്ല.
തീരെ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ നാളെ പഞ്ചവാദ്യത്തിന് ഞാൻ പോണില്ല, അത്രേ ഉള്ളൂ. കളി ഒഴിവാക്കുന്ന വിഷയമില്ല. ഇതായിരുന്നു പരമേശ്വരന്മാരുടെ ഒരു പ്രകൃതി. കളിയെയും സമസ്ത കലകളെയും സ്നേഹിക്കുക. മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന സംഗീതം എന്നത് പല രീതിയിൽ തൻ്റെ കലാസപര്യയ്ക്ക് ഉണർവും ഉത്തേജനവും മാറിയതിൻ്റെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം പഞ്ചവാദ്യം പ്രമാണിക്കുന്ന ഘട്ടത്തിൽ ഒരു കൂട്ടുകൂടി വേണമെന്നോ അല്ലെങ്കിൽ കാലം മുറുകി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാമെന്നൊക്കെ തീരുമാനിക്കുന്നതിൻ്റെ പശ്ചാത്തലം സമയമല്ല. പല പഞ്ചവാദ്യ പ്രമാണികളും ക്ഷേത്ര സംഘാടകർ ഇത്ര മണിക്കൂർ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും. ആ മണിക്കൂറിൻ്റെ കണക്ക് ശരിയാക്കാൻ വേണ്ടി ചില ഭാഗത്ത് വല്ലാതെ നീട്ടുകയും ചിലപ്പോൾ കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നൊരു രീതി നമുക്ക് അപരിചിതമല്ല. പക്ഷെ ഇദ്ദേഹം അടുത്ത കാലത്തിലേക്ക് കടക്കുക എന്ന് തീരുമാനിക്കുന്നതായാലും ഒരു കൂട്ടുകൂടി ആവാമെന്ന് തീരുമാനിക്കുന്നതുമൊക്കെ മനസ്സിൻ്റെ മറ്റ് ചില പ്രവർത്തനങ്ങളുടെ വെളിച്ചത്തിലാണ്. അത് കൃത്യമായ സംഗീതബോധം തന്നെയാണ്. എത്രമാത്രം മനോഹരമായി നിലവിൽ അതിൻ്റെ ഒരു ഓളം ഇവിടെ നിലനിൽക്കുന്നു എന്ന് അളന്നെടുത്ത് പ്രേക്ഷകരുടെ രുചി, അവരുടെ മനഃശാസ്ത്രം മനസ്സിലാക്കി ഈ പഞ്ചവാദ്യത്തിൻ്റെ ദൈർഘ്യം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന പ്രമാണി പ്രവർത്തിക്കുന്നത് സംഗീതം തന്നെയായിരുന്നു. ഇപ്പോൾ കർണാടക സംഗീതം കേൾക്കുന്നു എന്ന് മാത്രമല്ല, നല്ല കർണാടക സംഗീത സംഘാടകനും ആസ്വാദകനും ആവുക മാത്രമല്ല, നേരത്തെ ശ്രീ കൃഷ്ണയ്യർ പറഞ്ഞതുപോലെ MD രാമനാഥൻ ഉൾപ്പെടെയുള്ള മഹാരഥികളുടെ സംഗീതത്തിൻ്റെ സൂക്ഷ്മ ലാവണ്യത്തെ തിരിച്ചറിഞ്ഞ് വിശദീകരിക്കാനുള്ള കരുത്തും അതിനാഴമേറിയ അവഗാഹവും അദ്ദേഹത്തിന് സിദ്ധിച്ചിരുന്നു എന്ന അനുഭവസ്ഥർക്കറിയാം. ഒരിക്കൽ കാലടി വെച്ചല്ല, അങ്കമാലി ആ ഭാഗത്ത് വെച്ച് മേളകലയെ സംബന്ധിച്ചു അതിൻ്റെ വികാസത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊരു സെമിനാറിൽ സംസാരിച്ചപ്പോഴാണ് ഇതിൻ്റെ ശാസ്ത്രത്തെ സംബന്ധിച്ചും ചരിത്രത്തെ സംബന്ധിച്ചും ആഴമേറിയ ധാരണയുണ്ട്. അതിന് സമാന്തരമായി ഏറ്റവും മനോഹരമായി പ്രേക്ഷകരോട് അക്കാര്യം വിശദീകരിക്കാനുള്ള ഒരു ഭാഷാസ്വാധീനവും അന്നമനട പരമേശ്വരന്മാരാർ കരസിദ്ധമായിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടത്. ആ രീതിയിൽ മനീഷിയായ എന്നാൽ കുറുമ്പനായ ഒരു കലാകാരൻ എന്ന രീതിയിലായിരിക്കും വ്യക്തിപരമായി അദ്ദേഹത്തെ അടയാളപ്പെടുത്തേണ്ടത് എനിക്ക് തോന്നുന്നു. വാദ്യമേഖലയിൽ പ്രമാണിയായ പരമേശ്വരന്മാരെ പറ്റി കൂടെ കൂട്ടിയിരുന്ന എല്ലാവരും പറയും സുഖമാണ്. അദ്ദേഹം ക്ലിഷ്ടവും സങ്കീർണവുമായ എണ്ണങ്ങൾ തന്ന് ഒരിക്കലും സഹവാദകരെ ബുദ്ധിമുട്ടിക്കാറില്ല. ഒരു തരം ചതുരശ്ര വടിവിൽ കൃത്യതയോടുകൂടി ഞാൻ പലപ്പോഴും ഉദാഹരിക്കാറുള്ളത് രാമൻകുട്ടി നായരാശാൻ്റെ വേഷത്തിൻ്റെ ആ രീതിയുമായുള്ള സാദൃശ്യമാണ്. രാമൻകുട്ടി നായർ വാർഡൻ മാത്രമായിരുന്നു. മരിക്കുന്നത് വരെയും ആ ബഹുമാനം പരിരക്ഷിച്ചെങ്കിൽ പോലും നേരിട്ട് രാമൻകുട്ടി നായരാശാൻ്റെ ശിക്ഷണം നേടേണ്ട അവസരം പരമേശ്വരന്മാരാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എങ്കിൽ പോലും അതേ കലാവീക്ഷണം ഏതെല്ലാമോ തരത്തിൽ പരമേശ്വരന്മാരാരുടെ കലാജീവിതത്തെയും സ്പർശിക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നത് അദ്ദേഹത്തിൻ്റെ വ്യവഹാര രീതിശാസ്ത്രം പരിശോധിച്ചാൽ ബോധ്യപ്പെടും. ചതുരശ്ര ഘടനയിലുള്ള വ്യവഹാരങ്ങളാണ് പലപ്പോഴും വിരിഞ്ഞു വരിക. കൃത്യമായി താളം പിടിച്ചാൽ സമങ്ങളിൽ നിൽക്കുകയും തുടങ്ങുകയും ചെയ്യുന്ന രീതിയിലുള്ള വിന്യാസ വ്യവസ്ഥകളും കണക്കുകളും ഒരാൾക്ക് പിൻപറ്റാനോ അനുകരിക്കാനോ അതിൻ്റെ കൂടെ കൂടാനോ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സുഖമായ ഒരു സൗഖ്യമായ എന്ന് കർണാടക സംഗീതക്കാർ പറയുന്ന പോലെ ഉള്ളൊരു വഴിയിലാണ് ആ വാദ്യം പുരോഗമിക്കുക. അത് ഒരു പക്ഷേ രണ്ട് ശൈലികളുടെ സങ്കലനമാണ് എന്ന രീതിയിൽ പലരും നിരീക്ഷിച്ച് കണ്ടിട്ടുണ്ട്. അന്നമനട വഴിയുടെ മൂല സ്വഭാവം എന്തായിരുന്നു എന്ന് വിശദീകരിക്കാൻ
നമുക്ക് അറിഞ്ഞുകൂടാ അച്യുതമാരാരുടെ പീതാംബരമാരാർ യഥാർത്ഥത്തിൽ സീനിയർ പരമേശ്വരമാരാരുടെ കൊട്ടുപോലും എന്തായിരുന്നു എന്ന് അറിയുന്നവർ ഇതിനകത്ത് ഇരിക്കുന്നുണ്ടാവാം. എൻ്റെ തലമുറക്കാരൊന്നും വേണ്ട അളവിൽ അത് തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ അന്നമനടയായാലും ഇനി കുഴൂരായാലും ചോറ്റാനിക്കരയായാലും തൃശ്ശൂരിന് തെക്ക് നിൽക്കുന്ന പഞ്ചവാദ്യ വ്യവഹാരങ്ങളുടെ ഒരു പൊതുരീതി പരിശോധിക്കുമ്പോൾ മേളകലയുമായാണ് കൂടുതൽ അതിനൊരു രാസബന്ധമുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. സർവ്വലഘുക്കളെ ഇടയ്ക്ക് ഇടകൾ കൊടുത്തും ആ ഊന്നലുകൾ മാറ്റം വരുത്തിയും സംഗീതാത്മകമായ ഒരു വിന്യാസ സാമ്പ്രദായികത ദക്ഷിണ കേരളത്തിൽ പ്രചാരമുള്ള പഞ്ചവാദ്യത്തിൻ്റെ ആകമാനത പരിശോധിച്ചാൽ മേളകലയോട് അതിൻ്റെ ഒരു ഹൃദയബന്ധത്തെ നമുക്ക് കൃത്യമായി നിർദ്ധാരണം ചെയ്ത് തിരിച്ചറിയുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പരമേശ്വരമാരാർ കൊട്ടിത്തുടങ്ങിയ കാലം അല്ലെങ്കിൽ അദ്ദേഹം അംഗീകരിക്കപ്പെട്ടു തുടങ്ങിയ കാലമായപ്പോഴേക്കും അന്നമനട ത്രയത്തിൻ്റെ കാലം അവസാനിച്ചിരിക്കുന്നു. അദ്ദേഹം കുഴൂർ നാരായണമാരാരുടെ കൂടെ ചോറ്റാനിക്കര നാരായണമാരാരുടെ കൂടെ അങ്ങനെ പല ആളുകളുടെയും പല പ്രമാണികളുടെയും പഞ്ചവാദ്യത്തിൽ കൊട്ടിയിട്ടുണ്ടാകാമെങ്കിൽ പോലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കലാമണ്ഡലം പരമേശ്വരൻ എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. അന്നമനട പരമേശ്വരൻ എന്ന് വിളിച്ചിരുന്നില്ല. പരമേശ്വരൻ എന്ന വാദകന്റെ മഹത്വം തിരിച്ചറിഞ്ഞു കൊട്ടാനുള്ള അവസരമുണ്ടാകുന്നത് പല്ലാവൂർക്കാരുടെ കൂടെ കൂടിയതിന് ശേഷമാണ് എന്നാണ് എൻ്റെ ബോധ്യം. അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാമാണികതയോടെ അരങ്ങ് നയിച്ചത് മണിയന്മാരാർ, വലത്തുഭാഗത്ത് കുഞ്ഞൂട്ടന്മാരാർ, ഇടതുഭാഗത്ത് പരമേശ്വരന്മാരാർ എന്ന എത്ര പഞ്ചവാദ്യം. കുഞ്ഞൂട്ടന്മാരാർ പ്രമാണിക്കുന്ന പഞ്ചവാദ്യത്തിൽ ഒന്നാം കൂട്ടായി. അങ്ങനെ ദീർഘകാലം പല്ലാവൂർ സംഘത്തിൻ്റെ ജീവനാഡിയായി നടക്കുന്ന ഘട്ടത്തിൽ ആ പല്ലാവൂർ വഴി തീർച്ചയായും ഒരളവ് വരെയെങ്കിലും സ്വാംശീകരിക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്തുകൊണ്ട് തന്നെയാണ് സ്വന്തമായ ഒരു വഴി വെട്ടിത്തുറന്നത് സാഹസികമായി കലാമണ്ഡലം പരമേശ്വരമാരാർ എന്ന അന്നമനട പരമേശ്വരേട്ടൻ. യാതൊരു സംശയമില്ല. ഇതെങ്ങനെയാണ് ഈ പല്ലാവൂർ വഴി മറ്റേ വഴിയുമായി അല്ലെങ്കിൽ ദക്ഷിണ കേരളത്തിലെ അന്നമനട വഴി എന്ന് പറയുന്ന വഴിയുമായി വ്യത്യാസം വരുന്നത് എന്ന് പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടില്ലെങ്കിൽ പോലും ഒന്ന് സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ പല്ലാവൂർക്കാർക്കുള്ള തായമ്പകാനുഗുണമാകുന്ന ആ ആഭിമുഖ്യത്തെയും ഭാവുകത്വത്തെയും നമുക്ക് കാണേണ്ടി വരും. എണ്ണങ്ങൾ കൂട്ടിക്കൂർപ്പിക്കുക, ഏറ്റിച്ചുരുക്കുക തുടങ്ങിയ തായമ്പകയുടെ തന്ത്രങ്ങളുടെ സൂക്ഷ്മതകൾ പലതും പഞ്ചവാദ്യത്തിൽ താളവട്ടം കൊട്ടുന്ന സന്ദർഭങ്ങളിൽ കടന്നു വരുന്നത് പല്ലാവൂർ വഴിയുടെ സവിശേഷതയാണെങ്കിൽ ഈ രണ്ട് ശൈലീബദ്ധതകളെയും സ്വാംശീകരിച്ചു കൊണ്ടാണ് ദീർഘകാലം പഞ്ചവാദ്യ രംഗത്തമരത്ത് പ്രതിഷ്ഠിതമായ പരമേശ്വരമാരാർ തൻ്റെ കർമ്മമാർഗം തെരഞ്ഞെടുത്തത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. തീർച്ചയായും അന്നമനയുടെ ആ സൂക്ഷ്മമായ സൗന്ദര്യ ദർശനം അത് പരമേശ്വരമാരാർക്കും വഴികാട്ടിയായി പ്രവർത്തിച്ചിട്ടുണ്ടാകാം. ഇപ്പം ഏറ്റവും ലളിതമായൊരു കാര്യമാണ് ഈ 1792 അക്ഷരകാലത്തിലെ പഞ്ചവാദ്യം എന്നത്. നമ്മുടെ എല്ലാ വാദ്യശില്പങ്ങളും താഴേക്ക് നിർമ്മിക്കപ്പെട്ടവയാണ്. ഒരു കാര്യം തീർച്ച, ഇടകാലത്ത് നിന്ന് താഴത്തേക്കാണ് കൂറ്, അതിൻ്റെയും താഴത്തേക്കാണ് തായമ്പകയിൽ പതികാലം നിർമ്മിച്ചിട്ടുണ്ടാവുക. പഞ്ചവാദ്യത്തിൻ്റെയും കഥ മേളത്തിൻ്റെ ഉൾപ്പെടെ താഴേക്ക് നിർമ്മിക്കപ്പെട്ട ഒരു മേളസൗധങ്ങളാണ് നമ്മുടേത് എന്ന് ആരും തർക്കിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ 896 അക്ഷരകാലമുള്ള ഒരു മേളസൗധത്തെ അതിൻ്റെ ഇരട്ടി കാലങ്ങളിലേക്ക് വിന്യസിക്കുക എന്ന് പറയുമ്പോൾ കർണാടക സംഗീതം പരിചയമുള്ള ആളുകൾക്ക് അതിനെ 2 കൊണ്ട് ഗുണിക്കുക എന്ന ലളിതമായ ക്രിയയെ നിർവഹിക്കേണ്ടതുള്ളൂ. ടി.എം. വാസ്തവൻ മാഷ് പറയാറുള്ള ഉദാഹരണം പോലെ കാക്കേ കാക്കേ കൂടെ വീട് എന്ന് 4 അടിയിൽ നിൽക്കുന്നത് കാക്കേ കാക്കേ എന്നാക്കിയാൽ 8 ആയി.
ഈ 896 അങ്ങനെ 2 കൊണ്ട് ഗുണിച്ച് 1792 ഉണ്ടാക്കുകയല്ല, മറിച്ച് കേരളീയമായ മേള സാമ്പ്രദായികതയുടെ സവിശേഷതകളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ 1792 അക്ഷരകാലത്തിലേക്ക് വേണ്ടി അദ്ദേഹം നിർമ്മിച്ചെടുത്ത ആ പഞ്ചവാദ്യത്തിൻ്റെ പാഠമുണ്ടല്ലോ, സത്യത്തിൽ കൊട്ടുകാർക്ക് ചിലർക്ക് അറിയാം എന്നതിനപ്പുറം മേള ആസ്വാദകർ വേണ്ട അളവിൽ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ആ വൈജ്ഞാനിക ഭണ്ഡാകാരം മലയാളിക്ക് തുറന്നു തന്നത് തീർച്ചയായും നന്ദിപൂർവ്വം സ്മരിക്കേണ്ടതാണ്. ശ്രീ കരിയന്നൂരിൻ്റെ ആ പുസ്തകം ഇല്ലായിരുന്നെങ്കിൽ പരമേശ്വരമാരാർ എഴുതിയത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവാതെ പോകുമായിരുന്നു. ആ താളവട്ടങ്ങൾ വ്യവഹരിക്കുന്ന ഭാഗം ഉൾപ്പെടെ അത് കൊട്ടി അതിൻ്റെ QR കോഡോട് കൂടി ഒരു പുസ്തകം പ്രകാശിതമായതോടു കൂടിയാണ് എത്ര സൂക്ഷ്മമായാണ് അതിനകത്ത് സൗന്ദര്യത്തെ അതിൻ്റെ പാരമ്യത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാക്ഷാൽ സീനിയർ അന്നമനട പരമേശ്വര മാരാർ പഞ്ചവാദ്യത്തിൻ്റെ താണകാലത്തെ നിർമ്മിച്ച് നമുക്ക് നൽകിയത് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. ആ രീതിയിൽ പഞ്ചവാദ്യത്തിൻ്റെ ആകമാനതയെക്കുറിച്ച്, സൂക്ഷ്മ ലാവണ്യത്തെക്കുറിച്ച്, അതിൻ്റെ ബോധത്തോടെയുള്ള വളർച്ചയെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായ സങ്കല്പനങ്ങളുള്ള അന്നമനട പാരമ്പര്യം, ആ പാരമ്പര്യം കരുത്തായി നിലനിൽക്കുമ്പോൾ തന്നെ പല്ലാവൂർ സംഘത്തിൻ്റെ കൂടെ ഇരട്ടിച്ച് കാലം വിന്യസിച്ചുകൊണ്ട് ഇരട്ടിപ്പുകൾ കൊട്ടുക, വിരലുമറിച്ചും കയ്യുമറിച്ചും കൊട്ടി ഇരട്ടിപ്പുകൾ, സാധകത്തിൻ്റെ തികവ് മറ്റേത് സാമ്പ്രദായികതകളെക്കാൾ കൂടുതൽ ആവശ്യമുള്ള രീതിയിൽ ആ പല്ലാവൂർക്കാരുടെ ആ പ്രാമാണികതയിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് പഞ്ചവാദ്യത്തിന് പുതിയൊരു രൂപവും ഭാവവും മുഖവും നൽകി നമ്മെ അനുഗ്രഹിക്കുകയാണ് പരമേശ്വരേട്ടൻ ചെയ്തത് എന്നെനിക്ക് തോന്നുന്നു. നിറം മങ്ങാത്ത അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരവോടെ ശിരസ് നമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.